ലോകത്തിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രാചീന സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം. റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചരിത്രത്തിൽ കാലഘട്ടങ്ങൾ പോലും തിരിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ഉൽപ്പത്തിയോടുകൂടിയാണ് ചരിത്രത്തിൽ പ്രാചീനകാലം ആരംഭിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ അതിൻ്റെ അവസാനമാകട്ടെ 476 AD വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തകർച്ചയോടുകൂടിയാകുന്നു. അതുപോലെ 1453 AD ഈസ്റ്റേൺ റോമൻ എംപയർ തകരുന്ന കാലഘട്ടം വരെ മിഡീവൽ പീരീഡും 1453 AD മുതൽ മോഡേൺ പീരീഡായും കണക്കാക്കപ്പെടുന്നു. 284 AD ഡയക്ലോഷ്യൻ്റെ വരവോടുകൂടി റോമൻ സാമ്രാജ്യം നേരിട്ടുകൊണ്ടിരുന്നൊരു വലിയ പ്രതിസന്ധിയിൽ നിന്നും അവർ കരകയറുകയായിരുന്നു. ബാർബറിയൻസിൻ്റെ ആക്രമണത്താൽ ഇമ്പീരിയൽ ക്രൈസിസ് നേരിട്ടുകൊണ്ടിരുന്ന റോമൻ സാമ്രാജ്യം തിരികെ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു. റോമൻ സാമ്രാജ്യം ഭരിക്കുവാനുള്ള സൗകര്യം കണക്കിലെടുത്ത് എംപറർ ഡയക്ലോഷ്യൻ റോം ക്യാപിറ്റലാക്കിക്കൊണ്ട് വെസ്റ്റേൺ റോമൻ എംപയർ എന്നും കോൺസ്റ്റാന്റിനോപ്പോൾ ക്യാപിറ്റലാക്കിക്കൊണ്ട് ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും റോമൻ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ചു. കോൺസ്റ്റാന്റിനോപ്പോളിന്റെ പൂർവ്വനാമം ബൈസാന്റിയം എന്നായതിനാൽ ഈസ്റ്റേൺ റോമൻ എംപയറിന് ബൈസാന്റിയൻ എംപയർ എന്നും ഒരു വിളിപ്പേരുണ്ടായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഗൾഫ് ഓഫ് ബോറസിന്റെ മർമ്മപ്രധാനമായ ഒരു സ്ഥലത്താണ്, മെഡിറ്ററേനിയൻ സീക്കും ബ്ലാക്ക് സീക്കും ഒത്ത നടുവിൽ. ദ ഗ്രേറ്റ് കോൺസ്റ്റന്റൈൻ എന്ന ധീരനായ ചക്രവർത്തിയുടെ പേരാണ് ആ പ്രദേശത്തിന് നൽകിയിരിക്കുന്നത്. ഒട്ടോമൻ ടർക്കിയുള്ള കാലഘട്ടത്തിൽ പോലും ആ പേര് വളരെ ഗാംഭീര്യത്തോടെ തന്നെ അവിടെ എങ്ങും മുഴങ്ങിക്കേട്ടിരുന്നു. എന്നാൽ ഇന്ന് ഇസ്താംബുൾ എന്ന പേര് സ്വീകരിച്ച് ആ പ്രദേശം പരിവർത്തനപ്പെട്ടിരിക്കുന്നു. കോൺസ്റ്റന്റൈനു ശേഷം ഈസ്റ്റേൺ റോമൻ എംപയർ ഭരിക്കുവാനെത്തിയ ശക്തരായ ചക്രവർത്തിമാരിൽ ഒരാളായിരുന്നു ജസ്റ്റീനിയൻ. സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന പുസ്തകത്തിലൂടെ വിൽ ഡുറന്റ് ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി: ഹിസ്റ്ററി വിൽ ജുഡീഷ്യസ്ലി ഫോർഗെറ്റ് ദ വാർസ് ഓഫ് ജസ്റ്റീനിയൻ ആൻഡ് റിമെമ്പർ ഹിം ഫോർ ഹിസ് ലോസ്. ജസ്റ്റീനിയന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് റോമിൽ ആ കാലത്ത് നിലവിലുണ്ടായിരുന്ന അനേകം നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ചു എന്ന് തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം അതിന് കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്ന നാമവും നൽകി. ജസ്റ്റീനിയൻ കോഡിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവ മൂന്നുമായിരുന്നു: റീസണിംഗ്, ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി. ജസ്റ്റീനിയന്റെ ഈ കോഡ് ഓഫ് ലോസ് ഫ്രഞ്ച് ഭരണാധികാരി നെപ്പോളിയൻ ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങളിലെ രാജാക്കന്മാർ ഒരു മാതൃകയായി പകർത്തിയിരുന്നു. ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ തകർച്ച ജസ്റ്റീനിയന് ശേഷമായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചെടുത്തുകൊണ്ട് ടർക്കികൾ അവിടെ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു. ഹോളി റോമൻ എംപയർ. നിരന്തരമായ ജർമ്മനിക് ട്രൈബ്സിന്റെ ആക്രമണത്തിലാണ് റോം ക്യാപിറ്റലായി ഉണ്ടായിരുന്ന വെസ്റ്റേൺ റോമൻ എംപയർ തകർന്നത്. റോമൻ സാമ്രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെല്ലാം വിവിധ ട്രൈബുകൾ പിടിച്ചെടുക്കുകയായിരുന്നു. അതിൽ പ്രമുഖർ ഫ്രാൻസ് ആയിരുന്നു. തുടർന്ന് അവർ കെട്ടിപ്പടുത്ത സാമ്രാജ്യം ഫ്രാങ്കിഷ് എംപയർ എന്നറിയപ്പെട്ടു. കരോളിഞ്ചിയൻ ഡൈനാസ്റ്റിയിലെ ഷാലമൈൻ ആയിരുന്നു ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ഈസ്റ്റേൺ റോമൻ എംപയറിനേക്കാളും വളരെ വലുതായിരുന്നു. ഒരിക്കൽ അദ്ദേഹം കത്തോലിക്ക പള്ളിയുടെ സ്പിരിച്വൽ ഹെഡായ പോപ്പ് ലിയോ III ലൊംബാർഡ്സിന്റെ ട്രൈബൽ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടുത്തിയിരുന്നു. അതിന് നന്ദി സൂചകമായി പോപ്പ് ലിയോ III ഷാലമൈനെ ഹോളി റോമൻ എംപറർ എന്ന സ്ഥാനം നൽകി കിരീടമണിയിച്ചു. അതിനുശേഷം അവരുടെ സാമ്രാജ്യം ദ ഹോളി റോമൻ എംപയർ എന്നും അറിയപ്പെട്ടു. ഷാലമൈൻ ഒരു വലിയ കോൺഗറർ ആയിരുന്നു, ഒരു ജേതാവ്, ഡിഫീറ്റർ, ഒപ്പം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ. അദ്ദേഹം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വെസ്റ്റേൺ യൂറോപ്യൻ റീജിയൻസ് മുഴുവൻ അദ്ദേഹത്തിന്റെ കൺട്രോളിൽ കൊണ്ടുവന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വളർത്തിയെടുത്തത് പൊളിറ്റിക്കൽ അലയൻസസിലൂടെയും മാട്രിമോണിയൽ റിലേഷൻഷിപ്പിലൂടെയുമാണ്. അദ്ദേഹം സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുവാൻ കൗൺസ് എന്ന് വിളിക്കുന്ന ഓഫീസേഴ്സിനെ നിയോഗിക്കുകയും കൗൺസിന്റെ ആക്ടിവിറ്റീസ് നിരീക്ഷിക്കുന്നതിന് വേണ്ടി മിച്ചി ഡൊമിനിഷി എന്ന് അറിയപ്പെടുന്ന സീക്രട്ട് ഡിപ്പാർട്ട്മെന്റിനെയും നിയോഗിച്ചു. അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി റിലീഫ് ഫണ്ടുകൾ ഉണ്ടാക്കി. ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചു. ഈ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കരോളിഞ്ചിയൻ റിനൈസൻസ് എന്ന് വിളിച്ചു. പിന്നീട് ശ്വാസകോശ സംബന്ധമായ അസുഖം ബാധിച്ച അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അതോടെ ഫ്രാങ്കിഷ് എംപയർ വിനിക്കപ്പെടുകയും തകരുകയും ചെയ്തു.